കോഴിക്കോട് നിന്ന് ദുഃഖകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. പതങ്കയം വെള്ളച്ചാട്ടത്തിൽ ഒരു വിദ്യാർത്ഥിയെ കാണാതായി എന്നുള്ളതാണ്. കോഴിക്കോട് മഴ തകർക്കുകയാണ്. ദീപക് തർമ്മണം വിവരങ്ങൾ പറയും. ഗുഡ് മോർണിംഗ് ദീപക്. വിശദാംശങ്ങൾ ആദ്യം ഈ വെള്ളച്ചാട്ടത്തിൽ കാണാതായ വിദ്യാർത്ഥിയുടെ തെരച്ചിലിനെ കുറിച്ച് പറയൂ. എസ് കെ എൻ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് ഫയർഫോഴ്സും അതുപോലെ തന്നെ ഈ ഡൈവേഴ്സും ഒക്കെ തെരച്ചിൽ നടത്തുന്നു. ഇന്നലെ രാത്രി തെരച്ചിൽ അവസാനിപ്പിച്ചുവെങ്കിലും ഇന്ന് കാലത്ത് പിന്നെയും തെരച്ചിൽ പുനരാരംഭിക്കുകയാണ്. മറ്റൊന്ന്, കോഴിക്കോട് യെല്ലോ അലേർട്ടാണ്. മലബാറിൽ ഇപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാടും യെല്ലോ അലേർട്ടാണ്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മലയോര മേഖലയിൽ ജാഗ്രത പാലിക്കണം. കക്കയം ഡാമിൻ്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. അവിടെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കക്കയം ഡാമിൻ്റെ പരിസര പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കാരണം ഷട്ടർ ചിലപ്പം തുറക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ജലനിരപ്പ് ഉയരുന്നുമുണ്ട്. ഇപ്പോഴും നഗരപ്രദേശത്ത് മഴ തുടരുകയാണ്. പക്ഷേ എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ വലിയ രീതിയിലുള്ള മഴ ഇല്ല എന്നുള്ളതാണ്. മലയോര മേഖലയിലും ഇപ്പോൾ കാലത്ത് വലിയ മഴയില്ല. പക്ഷേ നഗരത്തിൽ രാവിലെ മുതൽ മഴ പെയ്യുന്നുമുണ്ട്. എസ് കെ ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.